ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലമായി കഴിഞ്ഞാൽ എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇതിനകത്ത് ഒരു സൂത്രം പണിയാന്നുള്ളത്. കാരണം ഇത് ഞാൻ 4-5 ദിവസമായിട്ട് അലക്കിയിട്ട് തുണികളൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല. എല്ലാം കാണുമ്പോൾ ഉണങ്ങിയ പോലെ ഉണ്ട്. ഈ സൈഡൊക്കെ തുടങ്ങുമ്പോൾ ഉണങ്ങി കാണാം, പക്ഷെ ഇവിടെ ഒന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ സൂത്രം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിത് നമുക്കിവിടെ അങ്ങനെ സ്ഥലമൊന്നുമില്ല വീട്ടിൽ അലക്കി കഴിഞ്ഞാൽ ഇടാനായിട്ട്. അപ്പം എല്ലാ കൊല്ലവും ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു, ഇതെങ്ങനെ എടുത്ത് ക്രോസ് ഒരു അയ കെട്ടും. ഇവിടെ ഞങ്ങൾ അയ എന്നാണ് പറയാം. ഈ കയറെടുത്ത് ഇത് പക്ഷെ കുറച്ച് കൊല്ലമുണ്ട്. ഞാനിത് വേനൽക്കാലം ആകുമ്പോൾ അഴിച്ച് വയ്ക്കും, മഴക്കാലം ആകുമ്പോൾ ഇത് കെട്ടലും സ്ഥിരം പരിപാടിയാണ്. മഴയില്ലേ, എങ്ങനെ അലക്കിയാലും തുണി ഉണങ്ങി കിട്ടൂല. അതിൻ്റെ ഓരോ അറ്റം കണ്ടുപിടിക്കാൻ തന്നെ പെടുന്ന പാട്. അപ്പം ഇത് എന്ത് ചെയ്യാന്ന് പറഞ്ഞ്, മഴക്കാലമായാലും ഞങ്ങൾ ഇങ്ങനെയാണ് തുണി ഇടുന്നത്. കണ്ടോ, ഇങ്ങനെയൊക്കെ ഇട്ട് ഉണക്കിയെടുക്കാൻ പറ്റൂ. ഇത് കുറേ ദിവസം കിടക്കും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് അലക്കുമ്പോൾ ഉണങ്ങി കിട്ടില്ല. എന്തായാലും 4 ദിവസമായാലും ഉണങ്ങി കിട്ടില്ല. വേറെ കാറ്റൊന്നും വരുന്നില്ലല്ലോ. വെളിയിലാണെങ്കിലും തണുപ്പല്ലേ. റൂം ടെമ്പറേച്ചറിൽ കുറച്ച് ഉണങ്ങിയാൽ അങ്ങനെ. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഇതിൻ്റെ അറ്റവും ഒന്നും കിട്ടുന്നുമില്ല. എന്താ ഓക്കെ. ഇതുണ്ട് ഈ കയറ്. ഇത് കണ്ടോ കയറ്. ഇത് താഴേന്ന് മേലെ കൂടെ ഈ കയറെടുത്തിട്ട് ഈ ടവർ ബോൾട്ടിൻ്റെ ഈ ഹോളിലിട്ട് നന്നായി ടൈറ്റായിട്ട് കെട്ടുക. ഞാൻ കെട്ടിയത് കൊണ്ട് വലിയ മുറുക്കില്ല, എന്നാലും ഞാനത് ടൈറ്റാക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ വേണ്ട ഡോറ് അടയ്ക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ കെട്ട് മേലെ വന്നാലാണ് നമുക്ക് ഡോർ അടയ്ക്കുമ്പോഴൊന്നും കുഴപ്പമില്ല. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് കെട്ടുക. എന്നിട്ട് ഇതിൻ്റെ മറ്റേ അറ്റം ജനലിൽ പിടിച്ച് കെട്ടാനാണ് പോകുന്നത്. ഈ അറ്റം മുതൽ ആ അറ്റം വരത്തേക്ക് ഞാനതങ്ങ് കൂട്ടിക്കെട്ടി. എല്ലായ്പ്പോഴും ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇപ്പം ഇത്തവണയാണ് മഴ ഒരുപാട് കനത്ത്. മഴ ഇത്തവണ നേരത്തെയാണ് ഒരുപാട് കനത്ത ശേഷം ഞാനിത് ചെയ്യുന്നു. ഉണങ്ങി കിട്ടും എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഉണങ്ങുന്നില്ല. ഇത് 4-5 ദിവസമായിട്ട് ഉണങ്ങാത്തതുകൊണ്ട് പിന്നെ ഞാൻ തോന്നി എല്ലായ്പ്പോഴും ഇത് തന്നെയാണല്ലോ പണി, എങ്കിൽ പിന്നെ ഇത് ചെയ്ത് കളയാൻ തോന്നി ഞാൻ കെട്ടിയതാണ്. ഇപ്പോൾ 2 അറ്റങ്ങൾ, വേറെ ഒന്നും സ്ഥലവും ഇല്ലല്ലോ. അപ്പം പിന്നെ ഇത് തന്നെ. ഇപ്പോൾ ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം വാതിൽ അടച്ചിട്ടാലും റൂമിൻ്റെ ഒരു ചൂടിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അതിൽ നമുക്കിതിങ്ങനെ ഉണങ്ങി കിട്ടും. ഇപ്പം രാത്രി ആണെങ്കിൽ ഇന്നേഴ്സോ പെറ്റിക്കോട്ട് അതുപോലത്തെ ചെറിയ ഐറ്റം, ഇതുപോലത്തെ ടീഷർട്ടുകളോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഇപ്പം ഇട്ടാൽ ഇത്തിരി കട്ടിയുള്ളതൊക്കെ ഉണങ്ങാൻ താമസിക്കുന്നതൊക്കെ അങ്ങനെ ഇട്ടാലും
നേരം വെളുക്കുന്നവരെ ഫാൻ ഓടുന്നതാണ്. അപ്പം അതിൻ്റെ ചൂടും പിന്നെ റൂമിൻ്റെ ആ ചൂടൊക്കെ ആയിട്ട് ഫാൻ കാറ്റിലും റൂമിൻ്റെ ചൂടിലൊക്കെ ആയിട്ട് ഉണങ്ങി കിട്ടും. അത് പറ്റി പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അല്ല ഇപ്പോഴും ഇവിടെ സാധാരണ എല്ലാവരും റൂമിലും അവരവർക്ക് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഓരോ കയറ് കെട്ടിയിട്ട് അങ്ങനെയാണ് തുണി ഉണക്കിയെടുക്കുക. അല്ലാതെ അവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാലും വേറെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? എൻ്റെ സിമ്പിൾ പണി ഇതാണ്. ഇതാകുമ്പോൾ നനയില്ല, അവിടെ വേറെ പ്രശ്നമില്ല, നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം മൊത്തത്തിൽ അന്തരീക്ഷം തണുപ്പായതുകൊണ്ടും നമ്മൾ ഒന്നുകൂടി പുതപ്പിട്ടൊക്കെ മൂടി കിടക്കുകയാണെങ്കിലേ ഉള്ളൂ. കാരണം ഇതിനൊക്കെ ഒരു ഇതുണ്ടോ, ഒരു നനവുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടി തണുപ്പ് നമുക്ക് റൂമിലുണ്ടാവും. ഫാനൊക്കെ ഇടുകയാണെങ്കിലും റൂമിലുണ്ടാവും. അപ്പോൾ ഒരു കട്ടിക്കൊരു പുതപ്പൊക്കെ പുതച്ച് ഇങ്ങനെ മൂടി പുതച്ച് കിടന്നാൽ നമ്മൾ ഉറങ്ങും, ഇതെല്ലാം ഉണങ്ങി കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായോ? സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്ത് പുതിയ മെമ്പേഴ്സൊക്കെ കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് താഴെ എഴുതണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇനി കുറച്ച് പരിപാടിയൊക്കെ. ഓക്കെ, ബൈ.